ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവതോത്സവം ഏകാദശകം നവംബർ 25 മുതൽ ഡിസംബർ 6 വരെ നടക്കും. ഡോക്ടർ പി.കെ. മാധവൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതോത്സവം ഏകാദശാഹം നവംബർ 25 ആരംഭിക്കും. ഡിസംബർ 6 വരെ നീണ്ടുനിൽക്കുന്ന ഈ ഭാഗവതോത്സവം ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ രീതിയിൽ നടത്തുന്നത്. പ്രമുഖരായ യജ്ഞാചാര്യന്മാരാണ് ഇത്തവണ ഭാഗവതോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി, സർവശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ എന്നിവരാണ് യജ്ഞാചാര്യന്മാർ. ബ്രഹ്മശ്രീ മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ ഹരി നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരാകും. ദിവംഗതനായ ഞങ്ങളുടെ എല്ലാം ആരാധ്യനായ ഗുരുശ്രേഷ്ഠനായിരുന്ന ശ്രീ മാധവവാര്യർ, വി മാധവവാര്യർ അദ്ദേഹം തുടങ്ങിവെച്ച സൽക്കർമ്മങ്ങളിൽ പ്രധാനമായിട്ടുള്ളതാണ് ഈ ഭാഗവതോത്സവം. ഇത് വരുന്ന നവംബർ 25 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തുടക്കം കുറിക്കുന്ന ഭാഗവതോത്സവം 38ാമത്തെ വർഷമാണ് ഇത് ഇപ്പോൾ നടത്തപ്പെടുന്നത്. വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രം തുടങ്ങി വെച്ച ഇന്നിപ്പോൾ ഒരുപക്ഷെ പ്രസിദ്ധമായ ഒരു ഈവൻ്റായിട്ടാണ് ഇവിടെ നടത്തപ്പെടുന്നത് എന്നുള്ളത് വളരെ കൃതാർത്ഥതയോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. അദ്ദേഹം കൊളുത്തിവെച്ച ദീപം ഇന്നും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഭാഗവതോത്സവം എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ മൊത്തം ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. ഏതായാലും ഈ ഭാഗവതോത്സവം വളരെ ചിട്ടയോടും ഭംഗിയായി നടന്നുകൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ അശോകൻ വാര്യരുടെ പ്രത്യേക നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഉൾപ്പെട്ടുകൊണ്ടാണ് ഇത് നടത്തപ്പെടുന്നത് എന്നുള്ളത് യഥാർത്ഥയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഇതിൻ്റെ നല്ല നടത്തിപ്പിനായി എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ ഭാഗവതോത്സവത്തിൽ പങ്കെടുത്തിട്ട് എല്ലാവരുടെയും കുടുംബത്തിനും നാടിനും ശ്രേയസ് ഉണ്ടാകുവാനും ഐശ്വര്യം ഉണ്ടാകുവാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണം കാംക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. നവംബർ 25 വൈകിട്ട് ശ്രീമദ് ഭാഗവതോത്സവത്തിന്റെ ഉദ്ഘാടനം സംസ്കൃത ഭാരതി ദക്ഷിണ ക്ഷേത്രം അധ്യക്ഷൻ പണ്ഡിതരത്നം ഡോക്ടർ പി.കെ. മാധവൻ നിർവഹിക്കും. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എം.വി. അശോകൻ വാര്യർ അധ്യക്ഷനായിരിക്കും. ഉദ്ഘാടന വേളയിൽ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി മുഖ്യാതിഥിയായും ഡോക്ടർ സദനം ഹരികുമാർ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് വൈസ് ചെയർമാനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി. നാരായണൻകുട്ടി, ഗോപി എൻ. പൊതുവാൾ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിക്കും. ഐവർമഠം ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭാഗവതോത്സവം ഈ 25 നവംബർ 25 വൈകിട്ട് 4 മണിക്ക് ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ഡിസംബർ 5 തീയതിയോടുകൂടിയാണ് സമാപനം കുറിക്കുന്നത്. ഭദ്രദീപം കൊളുത്തുന്നതിന് വേണ്ടി ഈ വർഷം സംസ്കൃത ഭാരതി ദക്ഷിണ ക്ഷേത്രം അധ്യക്ഷൻ കൂടിയായ പണ്ഡിതരത്നം ഡോക്ടർ പി.കെ. മാധവൻ സാറാണ് നമ്മുടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥിയായി രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി മാഷ്, അതുപോലെ തന്നെ സദനം ഹരികുമാർ സാറ്, മറ്റ് വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടിയേട്ടൻ, അങ്ങനെ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം നമ്മുടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ഭാഗവതോത്സവം തുടക്കം കുറിക്കുകയാണ്. എല്ലാ വർഷത്തെ മാതിരി ഈ വർഷവും കഴിഞ്ഞ വർഷം വന്ന ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരി, അതുപോലെ ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി, വെള്ളിനഴി ഹരികൃഷ്ണൻ, ബ്രഹ്മശ്രീ മാടശ്ശേരി ഉണ്ണീകൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ
പുല്ലൂർ മണ്ണ ഹരി നമ്പൂരി എല്ലാവരും ഈ വർഷവും നമ്മുടെ ഈ ഭാഗവതോത്സവത്തിൽ സന്നിഹിതരായിരിക്കും. എല്ലാ ദിവസവും ഈ ഭാഗവതത്തിനോടനുബന്ധിച്ച് അന്നദാനം മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തെ മാതിരി തന്നെ വളരെ ഗംഭീരമായി നടത്താൻ ഉദ്ദേശിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും ആ സമയത്ത് നമ്മുടെ ഈ ഭാഗവതോത്സവം വളരെ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടി സന്നിഹിതരാവണമെന്ന് ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. CCV ന്യൂസ് തിരുവല്ലോമല.